ഹായ്. അപ്പോൾ കുറേ കൂട്ടുകാർ എപ്പോഴും ചോദിക്കാറുള്ള ഒരു കാര്യമാണ് വീട്ടിലിടുന്ന ഡ്രസ്സുകൾ, വീട്ടിലിടുന്ന നല്ല ഭംഗിയുള്ള ഡ്രസ്സുകൾ കാണിക്കുന്നത്. അപ്പോൾ ഇന്നിതാ ഞാൻ വീട്ടിലിടുന്ന ഈ ഒരു ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരും. നമ്മളുടെ ഈ ഒരു ഡ്രസ്സിന് വേണ്ടി 3.5 മീറ്റർ മെറ്റീരിയലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നല്ലൊരു കോട്ടൺ ടൈപ്പ് നല്ലൊരു മെറ്റീരിയലാണ്. അപ്പോൾ ഇതാ നമ്മൾ സാധാരണ പോലെ 4 മടക്കി, ഈ 4 മടക്കിയിട്ട് ഇതിൻ്റെ അടിഭാഗം ഉണ്ടാവുമല്ലോ, അതായത് അറ്റം, ഈ 2 അറ്റങ്ങളും വന്ന് ചേരുന്ന ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഇതിൻ്റെ കഴുത്തും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്നത് കേട്ടോ. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ കട്ടിങ് കഴിയുമ്പോൾ നമ്മൾ സാധാരണ എങ്ങനെയാണോ കഴുത്തും കാര്യങ്ങളൊക്കെ വെട്ടുക വെച്ചാൽ അതുപോലെ വെട്ടുക. അപ്പോൾ ഞാനിതാ 7 ഇഞ്ച് ഷോൾഡറാണ് കേട്ടോ എടുക്കുക. പിന്നെ താഴേക്ക് കൈക്കുഴിയും ഒരു 7 ഇഞ്ച്. പിന്നെ എൻ്റെ നെഞ്ഞളവ് വരുന്നത് 22 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി ആകുമ്പോൾ 11 ഇഞ്ച്. 11 ഇഞ്ചിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂടിയിട്ട് 13 ഇഞ്ചാണ് എൻ്റെ നെഞ്ഞളവ് വരുന്നത്. അപ്പം നെഞ്ഞളവ് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ മൂല ഉണ്ടാവുമല്ലോ, ഈ ഒരു ഷോൾഡറിൻ്റെ കൈക്കുഴിൻ്റെ മൂല, അവിടെ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് കൈക്കുഴി വരക്കുകയാണ് കേട്ടോ ചെയ്യുക, സാധാരണ പോലെ തന്നെ. അടുത്തന്നെ നമ്മൾ ഡ്രസ്സിൻ്റെ പ്രധാന കട്ടിങ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാൻ ഒരുപാട് മുന്നേ തയ്ച്ചതാണ്. അത് കാരണം ഞാനൊന്ന് കണക്ക് കൂട്ടി നോക്കാൻ വേണ്ടി ഞാൻ ആദ്യമേ ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു യോക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 11 ഇഞ്ചാണ്. ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് 11.5 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. അത് അടയാളപ്പെടുത്തി ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് ആ കൈക്കുഴിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു യു വരച്ചതാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പ് വരുന്ന തരത്തിലൊന്ന് വരച്ച് നോക്കിയതാണ്. അതിനുശേഷം ഞാൻ അതിൻ്റെ അളവെടുത്തപ്പോൾ അതും ഒരു 11.5 ഇഞ്ചാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ അളന്ന് നോക്കുക, ഒരു 11.5 ഇഞ്ച് വരുന്ന ഭാഗത്ത് അതാണ് മാർക്ക്. ആ ഒരു അളവ് നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാം. നമ്മളെ യു എങ്ങനെ വരണം എന്നുള്ളതിനനുസരിച്ച് ആ ഒരു അളവെടുത്താൽ മതി. അടുത്തത് നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് 55.5 ഇഞ്ചാണ് വീട്ടിലിടാനുള്ള ഡ്രസ്സിനൊക്കെ ഞാൻ എടുക്കാറ്. പക്ഷെ ഇത് ചുരുങ്ങി പോകുമോ എന്നുള്ളൊരു പേടി കൊണ്ട് ഒരു 57 ഇഞ്ചാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് ഞാൻ 58 ഇഞ്ചാണ് ഞാൻ ഇതിനെ അടയാളപ്പെടുത്തുന്നത്. പിന്നെ സൈഡിൽ ഞാനൊന്ന് സ്ലോപ്പ് ചെയ്യും കേട്ടോ, എല്ലാ ഡ്രസ്സിൻ്റെയും, അല്ലെങ്കിൽ 2 സൈഡും കൂടി തൂങ്ങി നിൽക്കും. ഒരു 1 ഇഞ്ച് സ്ലോപ്പ് ചെയ്തിട്ടാണ് ഞാൻ കട്ട് ചെയ്യാറ്. നമുക്ക് ഈ അളന്ന് വെച്ചതൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഒരുപോലെയാണ് കേട്ടോ, ഒരുപോലെ ഞെറിവ് വരുന്ന തരത്തിലാണ്. അപ്പോൾ ബാക്കിൽ ഞെറിവില്ലാതെ നമുക്ക് തയ്ക്കട്ടോ. ബാക്കിൽ സാധാരണ പോലെയും കട്ട് ചെയ്യുക, ഫ്രണ്ടിൽ മാത്രം ഞെറിവാക്കിയിട്ട് അങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു മടക്കി വെച്ച ഓപ്പണിൻ്റെ അവിടെ കഴുത്ത് വെട്ടിയിട്ട് ഈ മടങ്ങിയിരിക്കുന്ന ഈ ഭാഗത്ത് അടിഭാഗം വരുത്തുന്നത് എന്തിനാണെന്ന് കണ്ടോ. നമ്മൾ ഈ ഒരു ഭാഗം താഴത്തേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് മാക്സിൻ്റെ ഇറക്കം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വലിയൊരു പീസാണ് കിട്ടുക. ആ ഒരു മടക്ക് നിവർത്തി കഴിഞ്ഞാൽ ഇതുപോലെ വലിയൊരു പീസ് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് സ്ലീവിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. സ്ലീവിനായിട്ട് ജോയിൻ്റ് ഒന്നും ഇല്ലാത്ത നല്ലൊരു പീസ് കിട്ടും. ഇനി ഈ ഒരു ഭാഗമാണ് ഈ ഒരു തയ്യലിൻ്റെ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവുക, അറിയാത്തവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ പേപ്പറിലൊന്ന് ആദ്യം കാണിച്ചു തരാം കേട്ടോ. ഇതുവരെയുള്ള കണക്കുകളൊക്കെ ആദ്യം മുതൽ ഒന്നും കൂടി പറഞ്ഞുതരാം. നമ്മൾ സാധാരണ ഷോൾഡർ വരക്കുക, 7 ഇഞ്ച് നമ്മൾ ഇങ്ങോട്ട് അടയാളപ്പെടുത്തുക. ഷോൾഡറിൻ്റെ ഈ ഒരു വീതി 7 ഇഞ്ച് കേട്ടോ. പിന്നെ നമ്മൾ കൈക്കുഴി വരക്കാൻ വേണ്ടി താഴേക്കൊരു 7 ഇഞ്ചും കൂടി അടയാളപ്പെടുത്തും. പിന്നെ നമ്മൾ നെഞ്ഞളവ്, എൻ്റെ നെഞ്ഞളവ് ഞാൻ പറഞ്ഞല്ലോ 22 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 11 ഇഞ്ച്. അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ചോളം കൂടി 13 ഇഞ്ച് നെഞ്ഞളവ്. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ അടയാളപ്പെടുത്താം. ഈ ഒരു മൂലയിൽ നിന്നാണ് ഞാൻ 1 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞത്. ഇതിനെ കൂട്ടി മുട്ടിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കൈക്കുഴി ഇങ്ങനെ വരക്കുക. ഇനി നമ്മളെ യു ഷേപ്പിലുള്ള കട്ടിങ്ങിനെ കുറിച്ച് പറയാം. അപ്പം ഞാനിത് ഇപ്പുറത്ത് മാർക്ക് ചെയ്തിട്ടോ, അതേപോലെ ഇവിടെ ഇത് വന്ന കാരണം കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഇതാ കൈക്കുഴി വരച്ചു. അപ്പോൾ ഇവിടെ നിന്നുള്ള യോക്കിൻ്റെ അളവ് ഞാനൊരു 11.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു സുമാറൊരു കണക്കിനൊരു യു ഇങ്ങനെ വരച്ചു. എന്നിട്ട് അത് ഞാൻ ടാപ്പ് വെച്ച് അളന്ന് നോക്കുമ്പോൾ അതും 11.5 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ടാപ്പ് എടുത്തിട്ട് ഇവിടെ അളന്ന് നോക്കുക, അപ്പോൾ 10 ആക്കാരി ഇവിടെ അളന്ന് നോക്കുക, അങ്ങനെ ആയിട്ട് 11.5 വരുന്നോടത്ത് നിങ്ങൾ മാർക്ക് ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പോൾ 11.5 ഇവിടെയും കിട്ടും, 11.5 ഇവിടെയും കിട്ടും. അവർ തമ്മിൽ അങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ചാൽ മതി. ഈ യു നമുക്ക് എത്ര വേണമെങ്കിലും ഇങ്ങോട്ടും ഒക്കെ ആക്കാട്ടോ. ഒരു 11.5 എടുത്തോളൂ, അപ്പോൾ അത് കറക്റ്റ് ആയിരിക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മളെ യോക്കിൻ്റെ ഈ ഒരു ഇത്. അപ്പം നമ്മൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ കൈക്കുഴി എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ കൈക്കുഴിയുടെ അളവ് ഇതിൽ ഫുള്ളില്ല, കാരണം കുറച്ച് ഭാഗത ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിന് നമ്മൾ ടാപ്പ് വെച്ച് അളക്കുക. ഇതൊരു 2.5 ഇഞ്ച് എങ്ങാണ്ടാണ് കേട്ടോ. ഈ ഒരു അളവിനെ ഈ ഒരു 2.5 നമ്മൾ നമ്മളെ ഡ്രസ്സിൻ്റെ മെറ്റീരിയലിൻ്റെ ഏറ്റവും അറ്റത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുക. മനസ്സിലായോ? ഇതൊരു 2.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ഈ വെട്ടി വെച്ച ഈ ഒരു പീസിനെ ഇങ്ങനെ വെച്ചു കൊടുക്കുക. ഈ ഭാഗം കറക്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക. ഇപ്പം നമ്മളെ കൈക്കുഴി ഫുള്ളായില്ലേ? കൈക്കുഴി ഫുള്ളായി. നമുക്ക് ഇതാ ഇത്ര ഭാഗം ഇവിടെ ബാക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര ഭാഗം എന്താണ്? ഇതൊക്കെ നമുക്ക് ഞെറിവിടാനുള്ള സംഗതിയാണ്. മനസ്സിലായോ? അപ്പം നമ്മൾ ഞെറിവിടാനുള്ള ഭാഗത്തിനെ വേറെ മാർക്ക് ചെയ്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇനി നമ്മളെ ബാക്കി അളവുകളൊക്കെ ഉണ്ടല്ലോ, നമ്മളെ ഷേപ്പ് അളവ്, ഹിപ്പ് അളവ് ഒക്കെ നമ്മൾ അളക്കുമ്പോൾ ഇവിടുന്ന് തുടങ്ങണം. മനസ്സിലായോ? ഇവിടുന്ന് ഇങ്ങോട്ടാണ് നമ്മൾ തുടങ്ങേണ്ടത്. അതായത്
ഈ ഭാഗമൊക്കെ നമുക്ക് ഞെറിവിടാനുള്ളതാണെന്ന് അർത്ഥം. ഇങ്ങനെ അടയാളപ്പെടുത്തുക, മനസ്സിലായോ? അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഒരു കാര്യം കൂടി, നമ്മൾ ഇതിനെ ഇവിടെ കുറച്ച് കട്ട് ചെയ്ത് കളയാണ്ടാവും. അപ്പോൾ അതാ ഇങ്ങനെ കിട്ടും കേട്ടോ. ഞാൻ പറഞ്ഞതൊക്കെ കൂടെ കേട്ട് കൺഫ്യൂഷനായിട്ട് ആരും ടെൻഷൻ ആവണ്ട. എന്തായാലും നിങ്ങൾക്ക് ഒരു മെറ്റീരിയൽ എടുത്ത് തയ്ക്കാനിരിക്കുമ്പോൾ ഇത് നോക്കി ചെയ്താൽ എന്തായാലും നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ഒന്നും കൂടി നമ്മുടെ മെറ്റീരിയൽ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഒന്നും കൂടി മനസ്സിലാവും. അപ്പോൾ അതാ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു 2.5 അളവിനെ ഞാനിതാ നമ്മുടെ മെറ്റീരിയലിൻ്റെ അറ്റത്ത് കൊണ്ടുപോയി അളന്ന് ഈ ഒരു പീസിനെ കറക്റ്റാക്കിയിട്ട് വെക്കും. മേലെ നല്ല കറക്റ്റാക്കി വെച്ചാൽ മതി. അപ്പോൾ നോക്കുമ്പോൾ തന്നെ നമ്മൾ നെഞ്ഞളം അവിടെ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഈ ഒരു ഭാഗമാണ് നമ്മൾ ഞെറിവിനുള്ള എക്സ്ട്രാ ഒരു പീസ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് അവിടെ കൈക്കുഴി ഒന്നും കൂടി കറക്റ്റ് ലൈനാക്കി കൊടുക്കണം. അതുപോലെ ഈ താഴത്തും അതൊക്കെ ഞാൻ പേപ്പറിൽ കാണിച്ചല്ലോ. ഈ താഴത്തത് അതേ ഒരേപോലെ ഇങ്ങനെ ആക്കി കൊടുക്കണം. അപ്പോൾ ഇതാ ഇങ്ങനെ കിട്ടും കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു 7 ഇഞ്ചോളാണ് നമുക്ക് ഞെറിവിടാൻ കിട്ടുന്നത്. അപ്പോൾ അത് പ്രത്യേകം മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഒരു ഡ്രസ്സൊക്കെ വെച്ച് അളക്കണവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രസ്സ് ആ ഒരു ലൈനിൻ്റെ അപ്പുറത്തേക്കായിട്ട് വെക്കണം. അവിടുന്ന് അങ്ങോട്ടാണ് പിന്നെ എല്ലാ അളവുകളും പോകുന്നത്. താഴ്ഭാഗത്തേക്ക് എത്തുമ്പോൾ നമുക്ക് ആ ഒരു തുണിയുടെ മാക്സിമം അങ്ങോട്ട് എടുക്കാം. പക്ഷേ ഹിപ്പ് ഷേപ്പ് ആ അളവുകളൊക്കെ നമ്മൾ ആ ഒരു ബൗണ്ടറിൻ്റെ അപ്പുറത്ത് നിന്ന് അങ്ങോട്ട് എടുക്കുക. പിന്നെ നമ്മൾ ആ അളന്ന ഭാഗങ്ങളൊക്കെ അതാ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഷേപ്പിൽ ഇടുന്ന ആ ഒരു ഭാഗത്തെ ഭാഗം മാത്രമേ ഉള്ളൂ നമ്മൾ അളന്ന് കട്ട് ചെയ്തിട്ട്, ബാക്കി മാക്സിമം ആ ഒരു തുണിയുടെ വീതി അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ താഴ്ഭാഗത്തേക്കൊക്കെ. അപ്പോൾ ഇതാ നമ്മൾ ഞെറിവിടാനുള്ള ഭാഗം നമ്മളെ യോക്ക് ഭാഗം. അപ്പോൾ നമ്മളെ യോക്കിൽ കഴുത്ത് വെട്ടണം. അപ്പോൾ ബാക്കിലും ഫ്രണ്ടിലും ഒരേ കഴുത്താണ്. 3.5 ഇഞ്ച് ഇറക്കോ 4 ഇഞ്ച് വീതിയുള്ള കഴുത്താണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് കൈയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കൈ എനിക്ക് 20.5 ഇഞ്ചാണ് എൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഞാനൊരു 21.5 ഇഞ്ച് നീളം, പിന്നെ അതാ 10 ഇഞ്ച് വീതി, അങ്ങനെ ഒരു മെറ്റീരിയലാണ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു സ്ലോപ്പായിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. കാരണം നമ്മൾ അടിവശം സ്ലോപ്പായി കട്ട് ചെയ്തില്ലേ. അപ്പോൾ നമ്മൾ കൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ തുണിയിൽ തന്നെയാണ് മാർക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ ഒരു 4 ഇഞ്ചിനെ നമ്മൾ ഇങ്ങനെ സ്ലോപ്പ് ചെയ്ത് വരച്ചിട്ടാണ് ഞാൻ കൈ വെട്ടാറ്. ഞാൻ കൈ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ഒക്കെ ഒരേപോലെ തന്നെയാണ് കട്ട് ചെയ്യാറ് കേട്ടോ. പിന്നെ അതിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തി. ഇനി അടിഭാഗത്ത് നമുക്ക് വീതി കുറക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് എലാസ്റ്റിക് ഇട്ടിട്ട് ഞെറിവിടാനുള്ള ഭാഗമാണ് കേട്ടോ. ഇനി ഇതിലൊരു ബാലൻസ് പീസ് ഉള്ളത് ഈ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കഴുത്തിനുള്ള ഫേസ് കട്ട് ചെയ്യാം. കഴുത്ത് മറിച്ചിടാനുള്ള ആ ഒരു ഭാഗം കട്ട് ചെയ്യാം. അത് നമ്മൾ ആ വെട്ട് പീസ് തന്നെ എടുത്തിട്ട് കറക്റ്റ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അത് കറക്റ്റായിട്ട് വെട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മളെ കഴുത്തടിക്കാനുള്ള ഫേസായി, നമ്മളെ സ്ലീവായി, 2 യോക്ക് പീസുമായി, നമ്മളെ മെയിൻ മെറ്റീരിയലുമായി. അപ്പോൾ ഇതിൽ നമ്മൾ കട്ടിങ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ കണ്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഉടനെ കാണാം കേട്ടോ.